ചെറിയൊരു ഗ്യാപ്പിന് ശേഷമായിട്ടോ ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. കുറേ ദിവസങ്ങളായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം കിട്ടുന്നില്ല കേട്ടോ. ഇപ്പം നമുക്കിവിടെ സ്കൂളിൽ എക്സാമും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബിസിയാണ്. പിന്നെ പകൽ ഫുൾ എൻഗേജ്ഡ് ആയിരിക്കും. പലപ്പോഴും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് ഓർക്കും, പക്ഷേ ആ ഒരു സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സമയം കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ചെറിയൊരു ക്ലീനിങ് വീഡിയോ ആണ്. കുറേ ദിവസങ്ങളായിട്ട് ഞാൻ എന്താ പറയണേ, അടുക്കിപ്പെറുക്കലും പരിപാടിയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വിരിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. 3 ദിവസത്തെ കൂടുതൽ ബെഡ്ഷീറ്റും കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ പിന്നെ മോൻ്റെ റൂമാണിത്. മോനിരുന്നിപ്പോൾ ഫുള്ള് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം കേട്ടോ. ഫുള്ള് പഠിക്കുകയെന്ന് വെച്ചാൽ ഫുള്ള് സ്പെൻഡ് ചെയ്യുന്ന ഈ ഒരു റൂമിലാണ്. കാരണം മോന് +2 ആണ്. അപ്പോൾ ബോർഡ് എക്സാം നടന്നുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മോൻ, അതുപോലെ തന്നെ മോൻ്റെ കൂട്ടത്തിൽ പൂച്ചയും കാണും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഞാൻ പറയും, ബെഡിലെ കയറ്റല്ലേ, ബെഡ്ഷീറ്റ് വൃത്തികേടാകും, പൂച്ചയുടെ രോമവും കാര്യങ്ങളൊക്കെ വരുമല്ലോ. പക്ഷേ അവന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവൻ കിടക്കുന്ന സമയത്ത് പൂച്ചയും മോൻ്റെ കൂടെ വന്ന് കിടക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2-3 ദിവസം കൂടുമ്പോൾ തന്നെ ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റും. പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലർജിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് അധികം അടിച്ചു വാരാനോ അല്ലെങ്കിൽ ഇതുപോലെ പൊടിയുടെ പരിപാടികളൊന്നും ചെയ്യാനായിട്ട് പോകാറില്ല. പിന്നെ ചില സമയത്ത് തോന്നുമ്പോൾ ഞാനിങ്ങനെ അങ്ങ് ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. കാരണം അലർജിയുടെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട്. തണുപ്പ് തുടങ്ങിയപ്പോൾ മുതൽ ഭയങ്കര ചുമയുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ആട്ടോ. പക്ഷേ അത് ശരിക്കും ഇതുവരെ മാറിയിട്ടില്ല. പിന്നെ ഇവിടെ തണുപ്പ് നമുക്ക് പകൽ കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പതുക്കെ ചൂടിലോട്ട് കിടക്കുന്ന ഒരു സമയമാണ്. നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തും രാത്രിയിലും ചെറിയ രീതിയിൽ തണുപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ മോനിരുന്ന് പഠിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ ബുക്കുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി അങ്ങിട്ടേക്കും. ഇവരോട് എത്ര പറഞ്ഞാലും അടുക്കി പെറുക്കുന്ന കാര്യങ്ങൾ അവർക്ക് ആ ഒരു ശീലമില്ലാത്തതുകൊണ്ടാണ്, അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ്. എങ്കിലും ഞാനെപ്പോഴും പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷേ ഡ്രസ്സാണേലും എടുക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് വലിച്ചങ്ങെടുക്കും. അതിപ്പോൾ അടുക്കി വെച്ചിരിക്കുന്ന മറ്റുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒപ്പത്തിൽ താഴോട്ട് വീഴുകയും ചെയ്യും കേട്ടോ. നിങ്ങളുടെ മക്കൾ അങ്ങനെ ചെയ്യാറുണ്ടോ? പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ തേച്ച് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. അത് ഞാൻ എടുത്ത് വെച്ചില്ലായിരുന്നു. ഇതുപോലെ തന്നെ കവറിനകത്ത് വെച്ചിരിക്കുകയായിരുന്നു. അത്യാവശ്യം ഇച്ചാൻ്റെ ഡ്രസ്സെല്ലാം ഞാൻ പുറത്താട്ടോ തേക്കാൻ കൊടുക്കണം. കാരണം സമയമില്ലാത്തതുകൊണ്ടും പിന്നെ മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കൈയുടെ വേദനയുടെ പ്രയാസം ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഇല്ലാതിരിക്കുമായിരുന്നു. അപ്പം എന്തെങ്കിലും കൂടുതലായിട്ട് ഇങ്ങനെ പണികളൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് പിന്നെ കൈയുടെ വേദന വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഞാനിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പോകാറില്ല. പിന്നെ ഇടയ്ക്ക് നമുക്ക് ഒരു നല്ലൊരു മൂഡ് തോന്നുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ക്ലീനിങ്ങിനൊക്കെ ഇറങ്ങാറുണ്ട്. അധികം വർക്ക് ചെയ്യാതെ സിമ്പിളായ രീതിയിൽ ഞാൻ വൃത്തിയാക്കലും ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ അങ്ങനെ എല്ലാ 2 റൂമുകളും ഒന്ന് ക്ലീൻ ചെയ്ത് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി ഇട്ടു. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴല്ലോ ഭയങ്കര മൈൻഡിനൊരു ഫ്രഷ്നെസ്സാണ്. പക്ഷേങ്കിൽ ഇത് അതേ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പറഞ്ഞാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ കൂട്ടത്തിലുള്ളവരും അതേ രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഇതേ രീതിയിൽ ശ്രദ്ധിച്ച് ചെയ്യണമല്ലോ. പക്ഷേ അവർക്ക് അതൊന്നും വലിയ വിഷയമൊന്നുമില്ല. ആണുങ്ങൾ എന്തെന്നൊക്കെ പറഞ്ഞാലും അവർക്ക് അവരുടേതായ ഒരു ശീലം, ഡ്രസ്സ് എടുക്കുന്നിടത്ത് വെക്കാതിരിക്കുക, പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അത് എനിക്ക് തോന്നുന്നത് എല്ലാ വീട്ടിലും എല്ലായിടത്തും ഉള്ളൊരു പ്രശ്നം തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഒന്ന് അലക്കാനായിട്ട് അത് കൊണ്ട് മെഷീനകത്ത് ഇടണം. അപ്പോൾ അങ്ങനെ ഇന്ന് കുറച്ച് ക്ലീനിങ്ങും പരിപാടിയും ഒക്കെ ആയിട്ട് ഇന്നത്തെ വൈകുന്നേരം ഇങ്ങനെ അങ്ങ് പോയിട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൊടിയുടെ ഭയങ്കര പ്രശ്നം കേട്ടോ. കാരണം പകൽ ഇപ്പം ചെറുതായിട്ട് വെയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചൂടിലോട്ട് കിടക്കുമ്പോഴത്തേക്കും ഭയങ്കര പൊടിയാണ്, കാറ്റൊക്കെ വരുന്നതുകൊണ്ട് തന്നെ. മാക്സിമം നമ്മൾ ജനലും ഒക്കെ അടച്ചാണ് ഇടുന്നതെങ്കിലും നമുക്കിങ്ങനെ പൊടിയുടെ ഒരു ഫീലിങ്സ് നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. പിന്നെ ഭയങ്കര അസ്വസ്ഥതയാണ്. പൊടിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഓൾറെഡി ഇവിടെ കുറേ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അവർ വർക്കേഴ്സിൻ്റെ അവർ കയറി ഇറങ്ങുകയും അതുപോലെ സിമെൻറ്റിൻ്റെ പൊടിയും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എത്ര അടിച്ചിട്ടെന്ന് പറഞ്ഞാലും കാര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ പിറ്റേ ദിവസം പിന്നെയും പൊടിയാകും. അതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിൽ മാത്രം ഒന്ന് ക്ലീൻ ചെയ്തോളൂ, സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ. അതിനുശേഷം വൈകുന്നേരം ഞാൻ ഇതുപോലെ പിറ്റേ ദിവസത്തേക്കുള്ള മാവും കൂടെ അരച്ച് വെച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.